വെൽക്കം ബാക്ക് ടു ഗ്ലാഡിസ് മീഡിയ. അപ്പോൾ ഇത് നമ്മുടെ ഊട്ടിയിലെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:25 നല്ല അടിപൊളി വൈബാണ് കേട്ടോ. കാലത്ത് നെയ്റ്റ് നിൽക്കാൻ കണ്ടോ. ഞാൻ ഗ്ലേസിൻ്റെ കാണിച്ചു തരാം. ഞാനവിടെ തണുപ്പ് കൂടിയതുകൊണ്ട് ഞാൻ ഈ തോർത്തുകൊണ്ടൊക്കെ എടുത്ത് പൊടിച്ചേക്കാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. അതുകൊണ്ട് ഈ മരമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിനു വേണ്ടി ഞങ്ങൾ 6 മണിക്ക് എണീറ്റതാണ്. കണ്ടോ ക്യാമറ ശരിക്കാവുന്നു കേട്ടോ ഗസ്. എൻ്റെ കൈ വരച്ചിട്ടേ കണ്ടോ. ആ ഒരു സ്ഥലം മൊത്തം മഞ്ഞ് മൂടിയൊക്കെയാണ്. അടിപൊളിയായിട്ടില്ലേ? നമ്മൾ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, ചായ കുടിച്ചിട്ട് വേണം ഗൈസ്. ബാൽക്കണിയിൽ വന്നേക്കാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്ഥലങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെയും വരണം. ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. രണ്ട് ബാക്കിലുണ്ട് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. സാധാരണ സ്ഥലങ്ങൾ പോലെ തന്നെ ഇതും ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഇതാ കണ്ടു. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു റൗണ്ട് ടോയ് ട്രെയിനിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. ഇവിടെയും നമ്മുടെ ലൗഡേൽ സ്റ്റേഷൻ പോലെ നല്ല അടിപൊളി വൈബാണ്. ഇതാ കണ്ടോ, അവിടെ ഒരു പഴയ കാലത്തെ ട്രെയിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ അവിടെ ഐ ലവ് ഊട്ടിയുടെ മുമ്പിലൊക്കെ ഫോട്ടോസ് എടുക്കാം. അപ്പം ഇനി നമുക്ക് ടിക്കറ്റ് കിട്ടുമോ നോക്കാം. ടിക്കറ്റ് കിട്ടി നമുക്ക് ട്രെയിനിൽ കയറാം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടി നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. 11:30 നമ്മുടെ ട്രെയിൻ വിടുക. ഗൈസ്, ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയാമല്ലോ കേട്ടോ. ഞങ്ങളുടെ സീറ്റ് നമ്പർ 1, 2, 3, 4 ഇതൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഗൈസ്, ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ നമുക്ക് ഈ ട്രെയിനിലിരുന്നിട്ടുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ.
ട്രിപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. ഉദകമണ്ഡലം തൊട്ട് കേട്ടിന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം വരെയാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ട്രെയിനിലുള്ള ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഊട്ടി വരുമ്പോൾ ഈ ടോയ് ട്രെയിനിൽ എന്തായാലും കയറണം. നമ്മുടെ ട്രെയിൻ 30 km/h പോവുക. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലമായിട്ട് കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. വെയിലുണ്ട് ഗൈസ്, പക്ഷേ ചൂടില്ല, ഒരു ലൈറ്റ് തണവാനുള്ളത്. നമുക്കപ്പം ഇനി സ്ഥലം കാണാൻ പോകും. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനും ബൊട്ടാനിക്കൽ ഗാർഡനും പോലെയല്ല, ഇത് ഇത്തിരി വ്യത്യസ്തമാണ്. കുറേ പ്ലേസസ് ഉണ്ട്, പിന്നെ കുറേ ഡിസൈൻസിലാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ചുവപ്പ് കളറിലുള്ള പൂക്കളാണ് ഇവിടെ. വെള്ള കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരണേലും നല്ലത് ഇങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. ഇതവിടെ ചെറിയൊരു കളിക്കാനായിട്ടുള്ള സ്ഥലം പോലെ ഉണ്ട്. പിന്നെ അതാ കണ്ടോ, അവിടെ ചെറിയൊരു പാലുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളും ഡിസൈനൊക്കെയാണ് ഇവിടെ ഉള്ളത്. മയിലിൻ്റെ ഷേപ്പിലൊക്കെയാണ് പുല്ല് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് എത്തിയേക്കാണ്. ഇത് കണ്ടോ, അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ കാറ്റർപില്ലറിൻ്റെ ഷേപ്പിൽ പുല്ല് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ കാറ്റർപില്ലറിൻ്റെ ഷേപ്പിലുള്ള പുല്ല്. ഗ്ലേഷ്യലാണ് മുമ്പിൽ നടന്നു പോകുന്നത്. ഇതാ അവിടെ നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. എടുക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, തണൽ പോലെ. പിന്നെ അവിടെ ഇതാ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ രാത്രി വാട്ടർ ഡാൻസിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമ്മളിതാ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്താറായി. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വാട്ടറിൻ്റെ ഡാൻസിൻ്റെ തന്നെയാണ് കേട്ടോ, നമ്മുടെ മൂന്നാറൊക്കെ ഉള്ള പോലെ. പക്ഷെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. അങ്ങനെ വഴി അന്വേഷിച്ച് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി ഗൈസ്. ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാം. നടന്ന് വേണം നമുക്ക് അവിടെ എത്താൻ. നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഊട്ടിക്ക് വന്നിട്ട് ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതാ കണ്ടു, ഇവിടെ തേയിലെടുക്കുന്ന ആൾക്കാരുടെ പോലത്തെ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.